ഹായ് ഹലോ. ഹായ് ഹലോ അല്ല, ഹായ് ഹലോ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? കുറേ നാളായി നമ്മൾ റിയാക്ഷൻ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ നമ്മുടെ അളിഞ്ഞൂസ് പെരേരയ്ക്ക് കുറച്ച് സങ്കടങ്ങൾ പറയാനുണ്ട്. എന്താണ് നമ്മുടെ അളിഞ്ഞൂസ് പെരേരയുടെ സങ്കടങ്ങൾ എന്ന് നമുക്ക് കേൾക്കണ്ടേ? അത് കേൾക്കേണ്ടതാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് റിയാക്ഷൻ പോലെ ചെയ്തിട്ട് ഇടയ്ക്കിടയ്ക്ക് ഞാൻ നമ്മുടെ അളിഞ്ഞൂസ് പെരേരേനെ ചൊറിയാറുണ്ടെങ്കിലും അപ്പോൾ ആ പാവത്തിനോട് ഈ ക്രൂരത ചെയ്ത ആളുകളോടാണ് എനിക്ക് പറയാനുള്ളത്. എന്തിനാണ് നമ്മുടെ ഇങ്ങനെ അവനെ ഇങ്ങനെ വിഷമിപ്പിക്കുന്നത്? അതാണ് ഞാൻ ചോദിക്കുന്നത് കേട്ടോ. ഒരു പിഞ്ചു കുഞ്ഞിൻ്റെ മനസ്സുള്ള, ശരീരം മാത്രമേ വളർന്നിട്ടുള്ളൂ, മനസ്സ് വളർന്നിട്ടില്ല. അപ്പോൾ ഈ പിഞ്ചു കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ ഈ മനസ്സുള്ള നമ്മുടെ അളിഞ്ഞൂസ് പെരേരേനെ ഇങ്ങനെയൊക്കെ ചെയ്ത് വിഷമിപ്പിക്കണമായിരുന്നോ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് വീഡിയോ എന്ന് ഞാൻ കേൾപ്പിച്ചു തരാം. അളിഞ്ഞൂസ് പെരേര ഹിയർ. അപ്പോൾ ഞാനിന്ന് ഒരു വിഷമത്തോടെ നിൽക്കുന്നത്, എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എനിക്ക് നഷ്ടപ്പെട്ടു. ഗൈഡ് ലൈൻസ് ഒന്നും, കമ്മ്യൂണിറ്റി ഗൈഡ് ലൈൻസ് ഒന്നും പാലിച്ചില്ലെന്ന് പറഞ്ഞാണ് എൻ്റെ ഫേസ്ബുക്ക് പേജ് റിമൂവ് ആക്കിയിരിക്കുന്നത്, ബാൻ ചെയ്തിരിക്കുന്നത്. തിരിച്ചു കിട്ടുമെന്ന് എനിക്കറിയില്ല. നോക്കാം, അല്ലെങ്കിൽ പുതിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. നമുക്ക് ഒരുപാട് സാമ്പത്തിക ബുദ്ധിമുട്ട് അതുകൊണ്ട് വരും, അതുകൊണ്ട് സാറിയില്ല. ഒരുപാട് പ്രോഗ്രാംസൊക്കെ വന്നിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലൂടെയാണ്, കുഴപ്പമില്ല. എന്തായാലും കോണ്ടാക്ട്സ് ഉണ്ട്, അതുകൊണ്ട് തന്നെ പ്രോഗ്രാംസ് ഒന്നും നഷ്ടപ്പെടില്ല. എന്തായാലും ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് എൻ്റെത് ബാൻ ചെയ്തിരിക്കുകയാണ്. ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും കമ്പനി എൻ്റെ അക്കൗണ്ട് റിമൂവ് ചെയ്തിരിക്കുകയാണ്. ഇനി എന്തെങ്കിലും വീഡിയോസ് അല്ലെങ്കിൽ ഫോട്ടോസ് അതിൽ ഇടുന്നത് ഞാൻ ഉത്തരവാദിത്തം പറയില്ല. കാരണം എനിക്ക് ഇന്ന് രാത്രി 11:30 ശേഷം ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. പുതിയത് ക്രിയേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ചിലപ്പോൾ ഇൻസ്റ്റാഗ്രാം ചിലപ്പോൾ കിട്ടിയേക്കും, ഫേസ്ബുക്ക് കിട്ടൂലെന്നാണ് പറയണത്. ഇൻസ്റ്റാഗ്രാമിൻ്റെത് എനിക്കറിയില്ല, സിമ്മ് പോർട്ട് ചെയ്തിട്ടത് ശരിയാക്കുമായിരിക്കും. ഫേസ്ബുക്ക് അത് എൻ്റെത് സസ്പെൻഡ് ചെയ്തേക്കെയാണ് ഫേസ്ബുക്ക്. അതെ, സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ പേടിച്ചോടുന്ന ആളല്ല. കാരണം ഇത്രയും നാളെ എൻ്റെ ഫേസ്ബുക്ക് ഉണ്ടായിട്ട് കൂടി എൻ്റെ ഫേസ്ബുക്കിലെ കണ്ടൻസിന് റീച്ച് ഉണ്ട്. പക്ഷെ എന്നാലും ഓൺലൈൻ മീഡിയ എടുക്കുന്ന കണ്ടൻസാണ് ഏറ്റവും കൂടുതൽ വൈറലാകുന്നത്. പിന്നെ ഇതിൽ നമ്മൾ അധികം നിലനിൽപ്പ് കുറവല്ലേ, അതുകൊണ്ട് തന്നെ ഈ ഫെയിം ആൾക്കാർക്ക് എന്നോട് ഒരുപാട് പേർക്ക് ദേഷ്യമുണ്ടെന്നോ, അല്ലെങ്കിൽ പെട്ടെന്നൊരു ദിവസം ഫേസ്ബുക്ക് പേജ് അപ്രത്യക്ഷമായിട്ട് റിമൂവ് ആയി പോകും. ചിലപ്പോൾ റിപ്പോർട്ട് അടിച്ചിട്ടുണ്ടാവുക, അറിയില്ല. 35 ഫോളോവേഴ്സും 40,000 ഫോളോവേഴ്സൊക്കെ വന്നൊരു പേജായിരുന്നു. അപ്പോൾ അത് റിമൂവ് ആയി പോയതിൽ സങ്കടമുണ്ട്. പക്ഷേ ഇനി എൻ്റെ പേജിൽ ആരെങ്കിലും എന്തെങ്കിലും വീഡിയോസോ ഫോട്ടോസ് ഇടുന്നതിൽ ഞാൻ ഉത്തരവാദിത്വം പറയില്ല. ഓക്കെ. പാവം നമ്മുടെ കുഞ്ഞു മനസ്സുള്ള ഈ വലിയ പെരേര വന്നിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കിടന്ന് ആടുകയും പാടുകയും ചെയ്യുന്നതാണ് നമ്മൾ കാണികളെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യിപ്പിക്കുകയും രസിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയും ചെയ്യുന്നത്. ആ ഒരു പാവത്തിൻ്റെ എൻ്റർടൈൻമെൻറ്റ് ചെയ്യാനുള്ള വഴിയാണ് നിങ്ങളൊക്കെ കൂടി അടച്ചു വച്ചിരിക്കുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. നമ്മുടെ കുഞ്ഞാവയായ, നമ്മുടെ ഓമനയായ അളിഞ്ഞൂസ് പെരേരേനെ വിഷമിപ്പിക്കാൻ നിങ്ങൾക്ക് ആർക്കും കഴിയില്ല. ബ്രാൻഡഡ് ആണല്ലോ അളിഞ്ഞൂസ് പെരേര. അതായ കാരണം ഒന്ന് പോയാലും നമുക്ക് ബ്രാൻഡ് നമ്മുടെ കയ്യിലിരിക്കുമല്ലേ, അപ്പോൾ നമ്മൾ അത് വെച്ച് തുടങ്ങും. അപ്പോൾ ഈ അക്കൗണ്ടിൽ വേറെ വീഡിയോസോ കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ പെരേരയ്ക്ക് അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വവും ഇല്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ആരോ ഹാക്ക് ചെയ്തിരിക്കുകയാണ് എന്നാണ് അത് അർത്ഥമാക്കുന്നത് കേട്ടോ. വളർച്ച എത്തിയിട്ടില്ലാത്ത കൊച്ചു കുഞ്ഞായ കാരണം പാവം തക്കിടും എവിടെയെങ്കിലും എന്തെങ്കിലും നടന്നിട്ട് ചില്ലറ കോമാളിക്കളികളൊക്കെ ഒപ്പിക്കുന്നേ ഉള്ളൂ. അതിനെക്കൊണ്ട് ആർക്കും ഒരു ഉപദ്രവവും ഇല്ലാത്തൊരു ഇതാണ്. അതുകൊണ്ട് ഇതുകൊണ്ടൊന്നും പെരേരയെ തളർത്താൻ ആവില്ല മക്കളെ, ചന്തുവിനെ തോൽപ്പിക്കാൻ ആവില്ല മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട്